ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. 5 പെൻറ്റക്കിൾ, ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് കപ്സ്, ഫോർ ഓഫ് ഫാൻസ്, വീൽ ഓഫ് ഫോർച്യൂൺ. പുതിയ തുടക്കം മതി. ഹാങ്ഡ് മാനാണ്. അപ്പം ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു നഷ്ടബോധത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിയപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിലോ ഒക്കെ ഉള്ള ഒരു വിഷമത്തിലിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ആ നഷ്ടമൊക്കെ മാറ്റി വെച്ചൊരു പുതിയ തുടക്കം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. പുതിയതായി അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പുതിയ തുടക്കം. നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളയാൻ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യം ദൈവം കൊണ്ടു തരുമ്പോൾ തരട്ടെ, അല്ലെങ്കിൽ അല്ലാതെ ഞാൻ അതിനു വേണ്ടി ഇനി സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി ഉറക്കമിളക്കേണ്ട ആവശ്യമില്ല, ഇനി ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ചില ആൾക്കാർ ആ ഒരു കാര്യം പൂർണ്ണമായും നിങ്ങളത് കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു 5 ഓഫ് പെൻറ്റക്കിളാണ്. നിങ്ങളത് മതിയാക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ ഒരു ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഒരു 5 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാം അതെങ്ങോട്ട് പോകണമെന്ന്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു എനർജിയാണ് 5 ഓഫ് പെൻറ്റക്കിൾ. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ പെട്ടെന്നൊരു ചേഞ്ച് വന്നു എന്ന് കാണുന്നുണ്ട്. അത് എന്ത് കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരുന്നാലും നിങ്ങൾക്ക് അതിനൊരു ചേഞ്ച് വന്നൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾക്ക് വളരെ ജീവിതത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻ ഇല്ലാതെ വിശ്വസിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യം തുടങ്ങിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും പലപ്പോഴും. അപ്പോൾ പിന്നെ ഈ ഉള്ള എല്ലാ കാര്യവും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നിങ്ങൾ ഒരു അന്ധമായ വിശ്വാസത്തോടെ, അത്രയും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത്. എന്തായാലും ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഇത് ഒരു 4 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. പലർക്കും ശരിക്കും ഒന്ന് റിലാക്സ് ചെയ്ത് മിണ്ടാതിരിക്കാൻ ഇന്നേ ദിവസം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് പുറത്ത്, പക്ഷേ നിങ്ങളൊരു മെൻ്റൽ പീസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റിന്യൂ ചെയ്യാം, ഞാനൊന്ന് പുതിയതാകാം. പാമ്പ് പടം പൊഴിച്ച് കളയുമെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യം, പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് അത് പൊളിച്ച് കളയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് റിന്യൂ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് ആലോചിക്കാനുണ്ടായിരിക്കാം, ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നേ ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്കത് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നേ ദിവസം എനിക്ക് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം കിട്ടണം, ഞാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങളിന്ന് ശാന്തമായിരുന്ന് ആലോചിക്കുന്നുണ്ട്. വളരെ ശാന്തമായിട്ട് ആലോചിച്ച് അതിനുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. 7 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം ചില ആൾക്കാർ ഒന്ന് ഒരു കൗശലം പ്രയോഗിക്കുന്ന ചില ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു കൗശലം പ്രയോഗിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട്. അതൊരു ചീറ്റിംഗ് പോലെയാണ്. പക്ഷേ എന്നാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇന്നേ ദിവസം ഇത് ചെയ്താലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ ഒരു കള്ളം പറയുന്നതായിരിക്കാം. കാരണം
ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. സാധാരണ കള്ളം പറയുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പം ജയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾ സൗഹൃദങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ പാസ്റ്റിലെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അവരുമായിട്ടൊരു ഗെറ്റ് ടുഗദറൊക്കെ നടക്കുന്ന ഒരു ദിവസമായിരിക്കാം. ശരിക്കും അങ്ങനെ ഒരു അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടൊക്കെ പുറത്തു പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ 4 ഓഫ് വാണ്ട്സ് ആണ്, സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇന്നേ ദിവസം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുമൊത്ത് നിങ്ങൾ വളരെ സന്തോഷത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ വല്ല മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും, അടുത്തുള്ള റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവാഹം നടക്കുന്നുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ എല്ലാവരെയും കാണുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ശരിക്കും നിങ്ങൾ ചിലപ്പോൾ കുറേ കാലത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നൊന്ന് സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും സ്റ്റെബിലിറ്റിയാണ്. ഇതൊരു ഫാമിലി കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു കാർഡ്. നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ ഒരു വിഷമമൊക്കെ മാറി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈവൻറ്റ് നടക്കുന്നൊരു സമയമാണെന്ന് കാണുന്നുണ്ട്. ഒരു ചേഞ്ചാണ് ഇന്നേ ദിവസം നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു കാര്യം ഇന്നേ ദിവസം സംഭവിക്കുന്നു. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം, വളരെ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇതും ഒരു പുതിയ തുടക്കമാണ്. ശരിക്കും നിങ്ങൾ എന്തോ ഒരു കാര്യം, ഒരു ക്ലാരിറ്റി ഇല്ലാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടൊരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. വളരെ ശരിക്കും ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്ത് അതൊന്ന് പുറത്തു വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൽ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യത എന്താണ് അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. കാരണം ഇതൊരു സോഡാണ്. അപ്പം ഏസ് ഓഫ് സോഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ വളരെ കാലത്തെ കഷ്ടപ്പാടിന് ശേഷം കിട്ടിയ ഒരു സോഡാണിത്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. അപ്പം ഈ ഒരു സാഹചര്യം, ഈ ഒരു സാധ്യത നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾക്കും അറിയാം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടിയൊരു കാര്യം നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങളും മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചില ആൾക്കാരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു കാർഡ് എടുക്കാം. ഡോഗ് ക്ലോസപ്പാണ്. പ്ലഷർ വിത്ത് ക്ലോസ് ഫ്രണ്ട്സ്, അതാണ് ഈ ഒരു 3 ഓഫ് കപ്സ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ചേരുന്നു എന്ന് കണ്ടല്ലോ. അപ്പം അങ്ങനെ അത് എന്തായാലും ഉറപ്പാണ്. കുറേയധികം ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യം വരുമെന്ന് കാണുന്നുണ്ട്. ഡോഗ് വന്നിട്ട് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട്. അപ്പോൾ ഇന്നൊരു ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരിക്കാം. കുറേയധികം ആൾക്കാർ പഴയ സൗഹൃദങ്ങളിൽ തിരിച്ചു വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ പുറത്തു പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. കാരണം ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സിൻസിയറായിട്ടുള്ളൊരു മൃഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങളുടെ ഏറ്റവും സിൻസിയറായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടുന്നുണ്ടായിരിക്കാം. ബാറ്റാണ്. ടേക്ക് കെയർ, എനിമീസ് ആർ വർക്കിംഗ് അഗെയിൻസ്റ്റ് യു. അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ശത്രുക്കളുണ്ടെങ്കിൽ അത് അവർ നിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ടേക്ക് കെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലൗഡ്സാണ്. ടെമ്പററി പ്രോബ്ലംസ്. അപ്പം എന്തെങ്കിലും ചില ആൾക്കാർക്ക് എന്തെങ്കിലും പെട്ടെന്ന് മാറുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു അരമണിക്കൂറുണ്ടോ 1 മണിക്കൂറുണ്ടോ ഒക്കെ മാറിപ്പോകും. പക്ഷേ നിങ്ങൾ ഒന്ന് ടെൻഷൻ അടിക്കേണ്ടി വരും. പക്ഷെ അതൊരു ഓണവർ കൊണ്ട് അതിനെ മാറിപ്പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്.
കങ്കാരു ആണ്. അൺസെറ്റിൽഡ് ടൈംസ്, നീഡ് ടു പ്ലാൻ അഹെഡ്. നിങ്ങൾ ശരിക്കും നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകണം എന്നാണ്. നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാതെ ഒരു കാര്യവും ചെയ്യരുത് ഇന്നേ ദിവസം. നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. പിന്നെ വിക്ടറി ഇൻ സം എൻഡവർ, നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് വിക്ടറിയാണ് വരാൻ പോകുന്നത്. വിക്ടറി, വളരെ സന്തോഷം വരുന്നുണ്ട്, നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. വിജയമാണ്. ടീപ്പോട്ടാണ്. ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമ്മൺ ഓഫ് ദ സെയിം സെക്സ്. നിങ്ങൾ ഇത് കണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ സ്ത്രീയാണെങ്കിലോ പുരുഷനാണെങ്കിലോ നിങ്ങളുടെ തന്നെ സെക്സിലുള്ള ആരെങ്കിലും ആയിട്ട് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡീപ്പായിട്ടൊരു ഫ്രണ്ടിനെ നിങ്ങൾ ഇന്ന് മീറ്റ് ചെയ്യും എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഫ്രണ്ടുമായിട്ട് നിങ്ങളൊന്ന് പുറത്തു പോകുമായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും കാര്യത്തിന് ഓണമായി പർച്ചേസിന് പോകുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. ഫ്ലൈ ആണ്. എ പീരീഡ് ഓഫ് ഇൽ ഹെൽത്ത്, ഡിപ്രഷൻ. ചില ആൾക്കാർക്ക് ഒരു ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്, ഒരു സുഖമില്ലാത്തതിൻ്റെയാണ് കേട്ടോ. ഇപ്പോൾ കുറേയധികം പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വൾച്ചറാണ്. ഡിപ്രഷൻ, അൻസൈറ്റി, വറി ദാറ്റ് സമ്മൺ ഈസ് അഗെയിൻസ്റ്റ് യു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് സെയിം ഒരു മെസ്സേജ് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നറിയുമ്പോൾ നിങ്ങൾക്കൊരു ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്, ഒരു ഉത്കണ്ഠ. എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ. ഇതിൽ എനിമീസ് ആർ വർക്കിംഗ് എഗെയിൻസ്റ്റ് യു വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് പറയുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് ഒരു കാര്യം ചെയ്യുമെന്നോ നിങ്ങൾ ചിന്തിച്ചിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾക്കെതിരായി എന്തോ ഒരു കാര്യം ചെയ്തു എന്ന് അറിഞ്ഞത് കൊണ്ടൊരു ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ വ്യക്തി അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഡിപ്രഷൻ വരുന്നത്, അങ്ങനെ കാണുന്നുണ്ട്. സ്പിയറാണ്. ഹാർട്ട് ടേക്ക് ഓവർ, വാഡ് യു നോ ലോങ്ങർ ഹാവ്. അപ്പോൾ ചെറിയൊരു ഒരു പ്രശ്നം, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യണ്ട എന്നും കൂടെ കാണുന്നുണ്ട്. ബേർഡ് പെർച്ച്ഡ് ആണ്. വെയിറ്റിംഗ് ഫോർ ന്യൂസ്, പാക്കേജ് ലെറ്റർ. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെറ്ററിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ഇതിൽ നെഗറ്റീവ്സ് ഉള്ളതൊന്നും വലുതായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, വോയിസോ ടെക്സ്റ്റോ മെസ്സേജ് അയയ്ക്കുക. പിന്നെ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളെന്തെങ്കിലും ഇത്രയും ബിസി ആയിരിക്കുന്ന സമയത്തായിരിക്കും കോൾ വരുന്നത്, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. പിന്നെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ എനർജി ആയ ഒരു കണക്ഷൻ ഉണ്ടാകും, അതുകൊണ്ടാണ്. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.